ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മുടെ ചാനൽ രണ്ടാമത്തെ ലോങ് വീഡിയോ ആണ് ഇത്. ഇന്ന് നമുക്ക് കുറച്ച് വാൾ പോസ്റ്റേഴ്സ് നോക്കാം. എസ്തെറ്റിക് ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത്. സോ പിങ്ക് ആൻഡ് വൈറ്റ് കോംബോ ആണ് ഞാൻ ഇവിടെ എടുത്തേക്കുന്ന തീം എന്ന് പറയുന്നത്. നമ്മളിവിടെ 7 ഡിഫറെൻറ്റ് പോസ്റ്റേഴ്സ് ആണ് റെഡിയാക്കുന്നത്. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സോ ഹലോ ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു, സന്തോഷത്തോടെ ഇരിക്കുന്നു എന്നൊക്കെ ഞാൻ വിചാരിക്കുന്നു. നമ്മൾ വീഡിയോ ഇട്ടിട്ട് കുറേ നാളായി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. എന്തായാലും ഇന്ന് നമ്മൾ ഒരു പുതിയ വീഡിയോയിലേക്ക് പോവുകയാണ്. അതായത് സ്വന്തമായിട്ടൊരു ടേബിൾ ഉണ്ടാവുക, ആ ടേബിളിൻ്റെ മണ്ടയിലുള്ള വാളിനെ ഒന്ന് അലങ്കരിക്കുക എന്നൊക്കെ പറയുന്ന എല്ലാവരുടെയും ഒരു സ്വപ്നമാണ്. എൻ്റെ ഈ വാളെന്ന് പറയുന്നത് ഭയങ്കര എംറ്റി ആയിട്ട് കിടക്കുകയാണ്. സോ നമ്മൾ എസ്തെറ്റിക് കൂടെ പിടിക്കുമ്പോൾ വാൾ പോസ്റ്റേഴ്സ് ആണ് അവിടെ ഫസ്റ്റ് വരിക. അപ്പോൾ നേരെ പിൻട്രസ്റ്റിലോട്ട് വിട്ടു. എന്നിട്ട് എനിക്ക് ഇഷ്ടമായിട്ടുള്ള കുറേ പോസ്റ്റേഴ്സൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്തിട്ടു, സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് റെഫറൻസ് വെച്ചിട്ടാണ് ഞാൻ ഇന്ന് പോസ്റ്റേഴ്സ് ഉണ്ടാക്കാൻ പോണത്. A4 ഷീറ്റ് പേപ്പർ എടുക്കുക, എന്നിട്ട് ഇതുപോലൊന്ന് രണ്ടായിട്ട് മടക്കി കട്ട് ചെയ്തെടുക്കുക. അങ്ങനെ നമുക്ക് 4 പീസസ് കിട്ടും. അതുപോലെ ഞാനൊരു 8 പീസസ് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഈ പറഞ്ഞതിൽ ചിലർക്കെങ്കിലും ചില ഡൗട്ട്സ് ഒക്കെ ഉണ്ടാവാം. അതായത് 8 പേപ്പേഴ്സ് എന്ന് പറഞ്ഞിട്ട് 7 പോസ്റ്റേഴ്സ് അല്ലേ ഉള്ളൂ. അതിൻ്റെ കാര്യം ഞാൻ വ്യക്തമാക്കാം. അതായത് ഒരെണ്ണം കുറച്ച് ബ്യൂട്ടിഫിക്കേഷൻ കൂടിപ്പോയതുകൊണ്ട് കുറച്ച് തകരാറല്ലേ പോയി. ഒരെണ്ണം അപ്പം മാറ്റിയിട്ട് 7 പോസ്റ്റേഴ്സാണ് നമ്മളിപ്പോൾ റെഡിയാക്കാനുള്ളത്. അപ്പോൾ എന്തായാലും പേപ്പേഴ്സൊക്കെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി പണി തുടങ്ങാം. ഞാൻ പറഞ്ഞല്ലോ, പിങ്ക് ആൻഡ് വൈറ്റ് കോംബോ ആണ് ഞാൻ എടുത്തേക്കുന്നത്. എനിക്ക് പിങ്ക് കളറിനോട് എന്തോ ഒരു ഇഷ്ടമുണ്ട്. സോ എന്തായാലും നമുക്ക് ഫസ്റ്റ് പോസ്റ്റർ എന്താണെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലൊരു ഹാർട്ട് ഷേപ്പ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ഒരു പേപ്പർ നമ്മുടെ പോസ്റ്റർ പേപ്പറിൻ്റെ ഫ്രണ്ടിലെടുത്ത് വെച്ചിട്ട് ബ്രഷ് എടുക്കുക, പെയിൻറ് മുക്കുക, ഇതുപോലൊന്ന് കുടയുക. അത്രേ ഉള്ളൂ ഫസ്റ്റത്തെ സംഭവം. ഞാൻ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് വാട്ടർ കളറാണ്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മളെടുത്ത് മാറ്റുമ്പോൾ പെയിൻറ് ഫുള്ളായിട്ട് കലരാതിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇങ്ങനെയാണ് സംഭവം കിട്ടിയേക്കുന്നത്. തീർന്നിട്ടുള്ള പരിപാടി നമുക്കതൊന്ന് ഉണങ്ങാൻ വെച്ചിട്ട് നമുക്ക് വേറെ പോസ്റ്റർ തയ്യാറാക്കാം. അതായത് നമ്മൾ നേരത്തെ എടുത്ത സെയിം ഹാർട്ട് ഷേപ്പ് തന്നെ എടുത്ത് ഈ പോസ്റ്റേഴ്സിന്റെ മണ്ടയിൽ ഇതുപോലൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക 2 പ്രാവശ്യം. അപ്പോൾ 2 ഹാർട്ടായിട്ട് കിട്ടൂലേ. അപ്പോൾ ഇത് ഒരു പോസ്റ്ററാണ്. അപ്പോൾ എടുത്തപ്പോൾ എന്തോ ഒരു വല്ലായ്മ തോന്നിയുകൊണ്ട് ഞാൻ ജസ്റ്റ് ആ ഔട്ട്ലൈൻ ഒന്നും വരച്ചു കൊടുക്കുന്നുണ്ട് ചെറുതായിട്ട്. പിന്നെ വേറൊരു കാര്യം പറയാനാണെങ്കിൽ, ഞാൻ എടുത്തു വെച്ച ആ ഒരു വാൾ പോസ്റ്റേഴ്സ് ഉണ്ടല്ലോ, അതായത് ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിൻട്രസ്റ്റിൽ നിന്ന്. അതിൽ നിന്നൊക്കെ കുറേ മാറിയിട്ടുള്ള കുറച്ച് ഡിസൈൻസ് ഒക്കെയാണ് ഞാൻ വരച്ച് വെച്ചിട്ടുള്ളത്. എന്തായാലും എനിക്കത് ഇഷ്ടമായിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മൾ ഉണങ്ങാൻ വെച്ചിരുന്ന ഫസ്റ്റ് പോസ്റ്റർ കൂടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തൊരു കോട്ട് എഴുതി കൊടുക്കാം. ഞാൻ ജസ്റ്റ് ലവ് യുവർ സെൽഫ് എന്ന് ഞാൻ ജസ്റ്റ് എഴുതി കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ 2 പോസ്റ്റേഴ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മൂന്നാമത്തത്. ഇതിലാണ് എനിക്ക് അബദ്ധം പറ്റിയിട്ടുണ്ടായിരുന്നത്. ഞാൻ ഗ്രിഡ് ലൈൻസ് ഒക്കെ വരച്ചിട്ട് അതിൻ്റെ പുറത്തൊരു ചെറിയ ഇരിക്കുന്നതാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഗ്രിഡ് ലൈൻസ് വരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്തത് വാട്ടർ കളറാണ്. അപ്പോൾ ഒരു ലൈറ്റ് ഷെയ്ഡിൻ്റെ പിങ്ക് വെച്ചിട്ട് ഗ്രിഡ് ലൈൻസ് ഒക്കെ വരച്ചിട്ട് ഡാർക്ക് ഷെയ്ഡിൻ്റെ വെച്ചിട്ട് റെഡ് വരച്ചിട്ടുള്ള ചെറിയ വരച്ചു. പക്ഷേ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാട്ടർ കളേഴ്സ് രണ്ടും കൂടെ മിക്സ് ആയിട്ട് വേറെ ഏതോ ഒരു രൂപത്തിൽ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ചെറിയൊന്നും കാണാനേ ഇല്ല. അപ്പോഴേ ഞാനത് മാറ്റിയിട്ട് വേറെണ്ണത്തിൽ ഇതുപോലെ ഗ്രിഡ് വരയ്ക്കാതെ ഇങ്ങനെ വരച്ചെടുത്തിട്ടുണ്ട്. എന്തായാലും ഇങ്ങനെയാണ് ലാസ്റ്റായിട്ട് എനിക്ക് കിട്ടിയത്. പിന്നെ കുറച്ച് ഷെയ്ഡ്സ് കൊടുക്കാൻ വേണ്ടിയിട്ട് ലൈറ്റായിട്ടുള്ള ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്തിട്ട് അതിൻ്റെ ഇങ്ങനെ പുറത്ത് വരച്ചു കൊടുക്കുന്നുണ്ട്. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും എനിക്കിഷ്ടമായിട്ടുണ്ട്. തമ്മി ഭേദം തൊമ്മൻ എന്ന് പറയുന്ന കണക്ക് നേരത്തേനെക്കാട്ടി എന്തായാലും ഭേദമായിട്ടുണ്ട് ഇത്. ഇനി നമുക്ക് 4ാമത്തെ ഐറ്റം നോക്കാം. ഇതെന്ന് പറയുന്നത് ഞാൻ പിങ്ക് ഷെയ്ഡ് ഫുള്ളായിട്ട് അടിച്ചു കൊടുക്കുന്നുണ്ട്. അതായത് പിങ്ക് കളർ പേപ്പർ ഇല്ല എൻ്റെ കയ്യിൽ. കളർ പേപ്പർ ഉണ്ടായിരുന്നെങ്കിൽ അതായിരുന്നു ബെറ്റർ. നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ജസ്റ്റ് വൈറ്റ് പേപ്പർ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് കളർ അടിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നേരത്തെ വെച്ച കണക്ക് ഞാൻ ജസ്റ്റ് ഉണക്കാൻ വെക്കുന്നുണ്ട്. അത് ഉണങ്ങി വരുന്ന ഗ്യാപ്പിൽ നമുക്ക് അടുത്ത സെറ്റാക്കാം. ഈ ഒരു സംഭവം കണ്ടല്ലോ, അത് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, നേരത്തെ വെച്ച ഹാർട്ട് ഷേപ്പ് എടുത്ത് വെച്ചിട്ട് സെയിം സാധനം തന്നെ നമ്മളിങ്ങനെ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. നേരത്തെ കണ്ട ഐഡിയ പോലൊക്കെ തോന്നും, എന്നാലും ഇത് ഒരു ഡിഫറെൻ്റ് ആണ്. പറത്തിയിട്ടപ്പം ചെറുതായിട്ടൊന്നും ചെറിഞ്ഞെങ്കിലും കുഴപ്പമില്ലാത്തൊരു ഹാർട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിൽ ഞാനൊരു കോട്ട് എഴുതി കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ നേരത്തെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു കോട്ട് എടുത്ത് ഇതിനകത്തോട്ട് റീക്രിയേറ്റ് ചെയ്തതാണ് കേട്ടോ. എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ട് തോന്നിയത് എനിക്ക് ഇതാണ് കേട്ടോ. എന്താണെന്നറിയില്ല, പക്ഷേ ഇപ്പോൾ എഡിറ്റ് ചെയ്യാനിരുന്നപ്പോൾ ഒരു വെഡിങ് കാർഡ് പോലൊക്കെ തോന്നുന്നുണ്ട്. എന്തായാലും അതാണ് നമ്മുടെ 5ാമത്തത്. 4ാമത്തത് നമ്മുടെ ഉണക്കാൻ വെച്ചില്ലേ, ആ സംഭവം ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ജസ്റ്റ് ബാർബിയിൽ നിന്ന് എഴുതി കൊടുക്കുക, അത്രേ ഉള്ളൂ. ഇഷ്ടമായോ? ഭയങ്കര സിമ്പിളായിട്ട് തോന്നിയെങ്കിലും ഇത് ഒരു ഭംഗിയൊക്കെ ഉണ്ടല്ലേ. ഇനി നമുക്ക് 6ാമത്തെ നോക്കാം. അതായത് ഈ വരയ്ക്കുന്നത് ഇതെന്ന് പറയുന്നത് ഭയങ്കര സ്പെഷ്യലാണ്. അതായത് ഈ ഒരു സംഭവം ഞാൻ എല്ലാ വാളിലും കണ്ടിട്ടുണ്ട്. അതായത് നമ്മൾ പിൻട്രസ്റ്റ് അങ്ങോട്ട് തുറന്നു കഴിഞ്ഞ് ഇതുപോലൊന്ന് വാൾ പോസ്റ്റേഴ്സ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ കളർ തീമിലും ഈ ഒരു ഐറ്റം പ്രത്യക്ഷപ്പെടും. അപ്പോഴേ ഞാൻ നോട്ടോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു സംഭവം ഞാൻ എന്തായാലും വരയ്ക്കുമെന്ന്. പക്ഷേ ഞാൻ വരച്ച് ഹാർട്ട് മാറി എന്തെങ്കിലും മത്തങ്ങ ബലൂൺ പോലെ ആയിപ്പോയി എന്നൊരു ഡൗട്ടുണ്ട്.
അത് ഡൗട്ടല്ല, റിയലാന്നുള്ളത് വരച്ച് ഫുള്ളായിട്ട് വന്നപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. എന്നാലും ഇരിക്കട്ടെ, ഇനി നമുക്ക് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആയിട്ടുള്ള നമ്മുടെ പോസ്റ്റർ നോക്കാം. ഫസ്റ്റ് കുറച്ച് ബോ ഇങ്ങനെ വരച്ച് കൊടുക്കുന്നുണ്ട്, എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒരു കോട്ട് എഴുതി കൊടുക്കുന്നുണ്ട്. അത്രേ ഉള്ളൂ സംഭവം. ഇത് എഴുതുമ്പോൾ ഒരു ലൈറ്റ് ഷെയ്ഡും ഡാർക്ക് ഷെയ്ഡും കൂടെ മിക്സ് ചെയ്തിട്ട് എഴുതി കൊടുക്കുന്നു. ഇത് ഞാൻ പിൻട്രസ്റ്റിൽ നിന്നുള്ള ആ ഒരു ഇത് വെച്ചിട്ട് എഴുതിയതാണ് കേട്ടോ. പക്ഷേ ബാക്ക്ഗ്രൗണ്ടൊക്കെ മാറിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ 7 പോസ്റ്റേഴ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ 7 പോസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ 7 കഥകളാണ് പറയാനുള്ളത്. ഇതിൽ നിങ്ങൾക്ക് ഏതാ ഇഷ്ടമായെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയാൻ മറക്കല്ല്. പിന്നെ ഇഷ്ടമായില്ലെങ്കിൽ പോലും അത് പറയണേ കേട്ടോ, എനിക്ക് ജസ്റ്റ് ഒന്ന് വായിക്കാമല്ലോ. പിന്നെ എസ്തെറ്റിക് എന്ന് പറയുന്നത് അത് ഏതാണ്ടൊക്കെ വന്നിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതായത് നമ്മൾ ഒരേ ഷെയ്ഡിൽ തന്നെ ഇങ്ങനെ ആക്കി കൊടുക്കുമ്പോൾ തന്നെ ഒരു എസ്തെറ്റിക് ലുക്ക് കിട്ടുമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. പിന്നെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നേ, നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമല്ലോ. കുറച്ച് പെയിൻറ്റും അതുപോലെ തന്നെ വൈറ്റ് പേപ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാന്നേ. എന്തായാലും ഞാൻ ഇതൊക്കെ വാളിൽ സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ട് കൊള്ളാമോ? ചെറുതായിട്ടൊരു എസ്തെറ്റിക് ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ടല്ലേ? എന്തായാലും താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കല്ലേ. അപ്പോൾ ഓക്കെ, ബൈ.